കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP സെക്കൻഡ് സെമസ്റ്റർ MDC മലയാളം സിനിമയും സാഹിത്യവും എന്ന പേപ്പറിലെ ഒരു ലേഖനമാണ് സിനിമാ പാട്ടിലെ മലയാളിയുടെ ജീവിതം എന്നത്. ഈ ലേഖനം ഒരു ചോദ്യോത്തര രൂപത്തിലാണ് ഈ വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. സിനിമാ പാട്ടിലെ മലയാളിയുടെ ജീവിതം. ഒന്നാമത്തെ ചോദ്യം, സിനിമാ പാട്ടിലെ മലയാളിയുടെ ജീവിതം എന്ന ലേഖനം എഴുതിയതാര്? പ്രദീപൻ പാമ്പിരിക്കുന്ന്. ലൈഫ് ബോട്ട് എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? വർഷം ഏത്? ആൽഫ്രഡ് ഹിച്ച്കോക്ക് 1943. സംഗീതം ഒരേ സമയം അതിഭാവുകത്വപരവും എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണെന്ന അഭിപ്രായത്തിന് എന്തുദാഹരണമാണ് പ്രദീപൻ പാമ്പിരിക്കുന്ന് പറയുന്നത്? ആൽഫ്രഡ് ഹിച്ച്കോക്ക് ലൈഫ് ബോട്ട് എന്ന സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ആ സിനിമയിൽ സംഗീതം ഉപയോഗിക്കില്ല എന്നാണ് അഭിപ്രായം എന്നറിഞ്ഞ സംഗീത സംവിധായകൻ അതിൻ്റെ കാരണമെന്തെന്ന് തൻ്റെ സഹപ്രവർത്തകനോട് ചോദിച്ചു. ലൈഫ് ബോട്ട് പൂർണ്ണമായും കടലിൽ വെച്ച് നടക്കുന്ന കഥയാണെന്നും അവിടെ എവിടെ നിന്നാണ് സംഗീതം വരിക എന്നുമാണ് സംവിധായകൻ ചോദിക്കുന്നതെന്നും അയാൾ മറുപടി പറയുന്നു. ആ മറുപടി കേട്ടപ്പോൾ സംഗീത സംവിധായകൻ പറഞ്ഞു, നിങ്ങൾ ഹിച്ച്കോക്കിനോട് ചോദിക്ക് അവിടെ എവിടെ നിന്നാണ് ക്യാമറ വരിക എന്നത്. അപ്പോൾ സംഗീതവും എവിടെ നിന്നാണ് വരുന്നതെന്ന് താനും പറയാമെന്ന് സംഗീത സംവിധായകൻ മറുപടി പറഞ്ഞതായി ലേഖകൻ എഴുതുന്നു. അടുത്ത ചോദ്യം, ആദ്യകാല നിശബ്ദ സിനിമകളിൽ സംഗീതം കൊടുക്കുന്നത് എന്തിനായിരുന്നു? ആദ്യകാല നിശബ്ദ സിനിമകളിൽ റീൽ തിരിയുന്ന ശബ്ദം കൊണ്ട് കാണികൾക്ക് ശല്യം ഉണ്ടാകാതിരിക്കാനാണ് സംഗീതം കൊടുത്തിരുന്നത് എന്ന് പാശ്ചാത്യ സിനിമാ സംഗീതത്തിന്റെ ചരിത്രം എഴുതിയ ജെയിംസ് വീൽസ് വിക്കി പറയുന്നു. സംഗീതം കൊണ്ട് ഒരേ സന്ദർഭത്തെ വ്യത്യസ്തമാക്കാം. എങ്ങനെ? വിശദമാക്കുക. സംഗീതത്തിന്റെ സന്ദർഭനിഷ്ഠമായ പ്രയോഗം മാത്രമാണ് സിനിമാ സംഗീതം. ഒരു സന്ദർഭത്തിന് വ്യത്യസ്ത സംഗീതം കൊടുക്കുമ്പോൾ വ്യത്യസ്ത ഭാവം ഉണ്ടാവുന്നു. ഇത് ഒരേ സന്ദർഭത്തിന് വ്യത്യസ്ത ഭാവങ്ങൾ നൽകാൻ കഴിയുമെന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു സംഗീത സംവിധായകൻ ദുഃഖസൂചകമായ ഒരു സന്ദർഭത്തിന് ഫ്ലൂട്ട്, സാരംഗി, വയലിൻ എന്നിവ ഉപയോഗിക്കുന്നതിന് പകരം ഷെഹനായി ഉപയോഗിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഷെഹനായിയുടെ സവിശേഷ വാദന സാധ്യതയെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, സിനിമാ സംഗീതത്തിന്റെ പ്രത്യേകത എന്ത്? സിനിമാ സംഗീതം ഒരു മിശ്രകത്വ സ്വഭാവമുള്ളതാണ്. ശുദ്ധതയുടെ സ്വഭാവമില്ലാത്തതിനാൽ അത് നിരന്തരം പരിണാമത്തിന് വിധേയമാകുന്നു. ഈ പരിവർത്തന സ്വഭാവം സിനിമാ സംഗീതത്തെ ജനപ്രിയമാക്കുന്നു. ഇത് ആസ്വദിക്കുന്നതിന് പാരമ്പര്യമായുള്ള സംഗീതജ്ഞാനമൊന്നും ആവശ്യമില്ല. സിനിമാ സംഗീതം വൈകാരിക യാഥാർത്ഥ്യത്തെയാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറയാൻ കാരണമെന്ത്? സിനിമാ സംഗീതം വികാരങ്ങളുടെ ഭാഷയാണ്. മലയാള സിനിമയിൽ ഉൾപ്പെടെ ഇന്ത്യൻ സിനിമകളിലെല്ലാം സംഭാഷണങ്ങൾ തന്നെ ഗാനങ്ങളാണ്. സംഭാഷണവും ഗാനവും തമ്മിലുള്ള അകലം ഇന്ത്യൻ സിനിമകളിൽ കുറവാണ്. പറയുന്നതിനേക്കാൾ കൂടുതൽ വികാരപരമായ ആവിഷ്കരണമാണ് പാട്ടുരൂപത്തിൽ നാം കേൾക്കുന്നത്. ഗാനത്തെക്കുറിച്ച് സംഗീത സംവിധായകനായ അനിൽ ബിശ്വാസ് ടു ഗീവ് ഇമോഷൻ ഇൻ ദ ബെറ്റർ വേ എന്നാണ് പറഞ്ഞത്. അതിനാലാണ് സിനിമാ സംഗീതം അനുഭവ യാഥാർത്ഥ്യത്തെക്കാളും ക്ലാസിക്കൽ റിയലിസത്തെക്കാളും വൈകാരിക യാഥാർത്ഥ്യത്തെയാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമകളിലും പാശ്ചാത്യ സിനിമകളിലുമുള്ള ആഖ്യാന സ്വഭാവത്തിന്റെ വ്യത്യാസം എന്ത്? ഒരു റിയലിസ്റ്റിക് സംഭാഷണ രംഗത്ത് നിന്ന് തീർത്തും സാങ്കല്പികമായ ഗാനത്തിലേക്ക് പോകാൻ ഇന്ത്യൻ സിനിമകൾക്ക് കഴിയും. അവിടെ ഗാനവും സംഭാഷണവും തമ്മിലുള്ള അകലം കുറവാണ്. എന്നാൽ പാശ്ചാത്യ സിനിമകളുടെ പ്രധാന സ്വഭാവം കഥയുടെ ആഖ്യാന പൂർത്തീകരണമാണ്. ഇന്ത്യൻ സിനിമകളിൽ കഥ താരതമ്യേന അപ്രസക്തവും നൃത്തം, പാട്ട്, കോമഡി താരങ്ങൾ, സംഭാഷണങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം കൂടുതലുമാണ്. സിനിമാ സംസ്കാരത്തിന്റെ മജ്ജയും മാംസവും ജീവനാഡിയുമായി നിലനിൽക്കുന്നത് എന്താണ്? സിനിമാ ഗാനങ്ങൾ. 68ലധികം ഗാനങ്ങളുള്ള ഇന്ത്യൻ സിനിമ ഏതാണ്? ഇന്ദ്രസഭ. അടുത്ത ചോദ്യം, മന്ത്രങ്ങൾ കാലത്തെ അതിജീവിച്ചത് എന്തുകൊണ്ടെന്നാണ് ഫ്രിറ്റ്സ് സ്റ്റാൾ പറയുന്നത്? അർത്ഥമില്ലാത്ത ഘടനയായതുകൊണ്ടാണ് മന്ത്രങ്ങൾ കാലത്തെ അതിജീവിച്ചത്. എല്ലാ ചലനങ്ങളെയും അത് താളത്തിലേക്ക്, ഗാനങ്ങളിലേക്ക് ആവാഹിക്കുന്നു എന്ന് പറയാൻ കാരണമെന്ത്?
അല്ലെങ്കിൽ ഒരു ചോദ്യവും കൂടിയുണ്ട്. രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. വികാര വിചാരങ്ങളെ ആവിഷ്കരിക്കാൻ താളത്തെയും ചലനത്തെയും ഉപയോഗിക്കുന്ന സമൂഹമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് പറയാൻ കാരണമെന്ത്? ഇന്ത്യൻ സമൂഹം അനുഷ്ഠാനാത്മകമാണ്. അത് പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ സ്വഭാവം താളാത്മകതയാണ്. ചലനാത്മക യാഥാർത്ഥ്യമാണ് താളം. അനുഷ്ഠാനങ്ങൾ താളത്തിലേക്കോ ഗാനങ്ങളിലേക്കോ എല്ലാ ചലനങ്ങളെയും ആവാഹിക്കുന്നു. മന്ത്രോച്ചാരണം പോലെ അർത്ഥത്തെ പരിഗണിക്കാത്ത ശബ്ദഘടനയിലൂടെ ജനതയുടെ ജീവിതത്തെ അത് നിർവഹിച്ചെടുക്കുന്നു. ഗാനങ്ങൾ ജീവിതത്തിന്റെ അനുഷ്ഠാനാത്മകതയെ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യക്കാരന്റെ ജീവിതനിഷ്ഠകൾ എപ്പോഴും സംഗീതത്തിലെ താളം കൊണ്ടോ ചലനങ്ങൾ കൊണ്ടോ നിർമ്മിക്കപ്പെടുന്നു. അതിനാൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്നതിനും അതിജീവിക്കുന്നതിനും മറ്റു യുക്തികൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഗാനങ്ങളെ സംസ്കാര പഠനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന പ്രധാന ഘടകമെന്ത്? ഗാനങ്ങൾ ചലച്ചിത്രത്തിനകത്തു മാത്രമല്ല പുറത്തും നിൽക്കാൻ കഴിവുള്ളതാണ്. പൊതുബോധത്തിന്റെ സൃഷ്ടിയാണ് ഗാനങ്ങളിലെ സാഹിത്യവും സംഗീതവും. ജനങ്ങൾക്ക് ഏതാണ് പ്രിയം എന്നതാണ് ഗാനരചയിതാവും സംഗീതജ്ഞനും അന്വേഷിക്കുന്നത്. ചലച്ചിത്ര ഗാനങ്ങളെ മെറ്റാ നറേറ്റീവ് എന്ന് പറയാം. ഇത് മുഖ്യ കഥാഖ്യാനത്തിന് ലംബമായി സഞ്ചരിക്കുന്നു. അതിനാലാണ് സിനിമ പരാജയപ്പെട്ടാലും ഇറങ്ങിയില്ലെങ്കിൽ കൂടിയും അതിലുള്ള ഗാനങ്ങൾ പ്രസക്തമാകുന്നത്. യേശുദാസിനെ ആധുനിക ദേശീയ പുരുഷൻ എന്ന് പ്രദീപൻ പാമ്പിരിക്കുന്ന് വിശേഷിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്ത്? സിനിമ എന്ന ജനപ്രിയ കലാരൂപത്തിലൂടെ ഗാനങ്ങൾ ജനങ്ങളുടെ വികാരമായി തീരുകയും അതിനൊരു ശബ്ദരൂപം യേശുദാസിലൂടെ ഉണ്ടായി വരികയും ചെയ്തു. സംഗീതബോധവും ആലാപനശേഷിയുമുള്ള ധാരാളം ഗായകർ ഉണ്ടായിരുന്നിട്ടും അവർക്കൊന്നും മുൻനിരയിലെത്താൻ കഴിയാതിരുന്നത് യേശുദാസിനുണ്ടായിരുന്ന ചരിത്രപരമായ ശബ്ദശേഷി കൊണ്ടാണ്. ആ ശബ്ദത്തിലൂടെ പാടാൻ എല്ലാ നായകന്മാരും ആഗ്രഹിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ അനുഷ്ഠാനേതര ഗാനങ്ങളെ അവഗണിക്കാൻ കാരണമെന്ത്? ചലച്ചിത്ര ഗാനം വ്യക്തിഗതവും സാമൂഹികവുമായ അടിവേരുകളെ പിഴുതുമാറ്റി അവയെ വിപണി സംഗീതവുമായി ബന്ധിപ്പിച്ചു. മലയാള പിന്നണി ചലച്ചിത്ര ഗാനം പ്രധാനമായും രണ്ട് കൈവരികളായാണ് തിരിഞ്ഞത്. ഒന്ന് വയലാറിന്റെ രചനാലോകം. അത് ഇന്ത്യൻ വരമൊഴി സാഹിത്യത്തിന്റെ അലങ്കാരങ്ങളിലൂടെയും ഘടനകളിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത്തേത് പി ഭാസ്കരന്റെ ശൈലിയാണ്. വാമൊഴിയുടെയും നാടോടി ശൈലിയുടെയും വഴിയാണ് പി ഭാസ്കരൻ തെരഞ്ഞെടുത്തത്. എന്നാൽ വയലാറിന്റെ ശൈലിയാണ് പിൽക്കാല എഴുത്തുകാർ തുടർന്നു വന്നത്. 1970 വരെ മലയാള ചലച്ചിത്ര ഗാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? കെ. രാഘവൻ, ദക്ഷിണാമൂർത്തി, ദേവരാജൻ, ബാബുരാജ് തുടങ്ങിയവർ കേരള സംഗീതത്തിന് സ്വതന്ത്രമായ അടിത്തറ ഉണ്ടാക്കിയവരാണ്. അതിൽ നിന്നും കൂടുതലൊന്നും മുന്നോട്ടു പോവാൻ അതിനുശേഷം വന്ന സംഗീത സംവിധായകർക്ക് കഴിഞ്ഞില്ല. 1954 മുതൽ 1970 വരെ 20ഓളം സംഗീത സംവിധായകർ മലയാളത്തിൽ സംഗീതം ചെയ്തിട്ടുണ്ട്. ഈ സംഗീതത്തിന്റെ അടിത്തറ സാഹിത്യനിഷ്ഠവും ശാസ്ത്രീയ സംഗീതനിഷ്ഠവും ആയിരുന്നു. രാഗഛായകളായാണ് ഭാവത്തിനെ പരിഗണിച്ചിരുന്നത്. ആഫ്രിക്കൻ, അറേബ്യൻ, കരീബിയൻ, ഗോത്രസംഗീതം തുടങ്ങി ഇതര ദേശീയ സംഗീതങ്ങളിലെ വൈകാരികതകൾ മലയാളത്തിലേക്ക് വന്നില്ല. അത് 70കളുടെ അവസാനം വരെ ശാസ്ത്രീയമോ ലളിതഗാനമോ ആയി വൈകാരികതയിൽ ഉറച്ചുനിന്നു. അടുത്ത ചോദ്യം, മലയാളിയുടെ സംഗീതാസ്വാദനത്തിന് വരേണ്യ രുചികളിൽ നിന്നുള്ള വിട്ടുപോരലായിരുന്നു അത്. ആരുടെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്? കെ ജെ ജോയ്, ജെറി, ശ്യാം എന്നിവരുടെ കാലത്തെക്കുറിച്ച്. കെ ജെ ജോയ്, ജെറി അമൽദേവ്, ശ്യാം എന്നിവരുടെ സംഗീതത്തിന്റെ പ്രത്യേകതകൾ എന്ത്? ഹൈ കൾച്ചറിൽ നിന്ന് പോപ്പുലർ കൾച്ചറിലേക്ക് യഥാർത്ഥത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ വരുന്നത് ഇവരുടെ ദ്രുതതാള സംഗീതത്തിലൂടെയാണ്. ഈ കാലഘട്ടത്തിലാണ് മലയാള സിനിമാ ഗാനങ്ങളിൽ ഇലക്ട്രോണിക് സംഗീതത്തിന്റെ സാധ്യതകളും വരികളെ അപ്രസക്തമാക്കുന്ന ഭാവസംഗീതവും വേഗതയുള്ളതും താളപ്രധാനവുമായ സംഗീത ശൈലിയും ഒക്കെ പ്രാധാന്യം നേടുന്നത്. ഉദാഹരണത്തിന്, വെസ്റ്റേൺ നോട്ടുകളുടെ ഭംഗി ആസ്വദിക്കുന്നതിന് കെ ജെ ജോയിയുടെ എൻ സ്വരം പൂവിടും കാലമേ എന്ന ഗാനം കേട്ടാൽ മതിയാവും. എക്കോർഡിയന്റെയും കോംബോ ഓർഗന്റെയും വാദനാനുഭവമാണ് ജോയിയുടെ ഈണങ്ങളുടെ അടിത്തറ.
അതുപോലെ ഹാർമണിയുടെയും കോഡ്സിന്റെയും സാധ്യതകൾ പരമാവധി അദ്ദേഹം ഉപയോഗിക്കുന്നു. ക്വയർ സംഗീതമായിരുന്നു ഈ കാലത്തുള്ള സംഗീത സംവിധായകരുടെ സംഗീതത്തിന്റെ അടിത്തറ. അടുത്ത ചോദ്യം, മലയാള സംഗീത ഗാനങ്ങളിൽ ഇലക്ട്രോണിക് യുഗത്തിന്റെ ആരംഭം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്? മോണോ സിസ്റ്റത്തിൽ നിന്നും സ്റ്റീരിയോ സിസ്റ്റത്തിലേക്ക് ശബ്ദയന്ത്രം മാറി. അക്കാലത്താണ് ചലനാത്മകതയും ശരീര ചലന സാധ്യതയുള്ളതുമായ സംഗീതം ഉണ്ടാകുന്നത്. ക്ലാസിക്കൽ ഫോക്ക് ഡാൻസിൽ നിന്നും ക്ലബ് ഡാൻസിലേക്ക് സിനിമ മാറി. ശുദ്ധ സംഗീതത്തിൽ നിന്നും സ്വതന്ത്ര സംഗീതത്തിലേക്ക് ഗാനങ്ങൾ വഴിമാറി തുടങ്ങി. രാഗങ്ങളെയോ സാഹിത്യത്തെയോ അമിതമായി ആശ്രയിക്കാതെ ഫീലിൽ മാത്രം ശ്രദ്ധ കൊടുത്തു. ജോൺസൺ മാഷിന്റെ ആകാശമാകെ കണിമലർ കതിരുമായി പുലരി പോയി വരൂ എന്ന പാട്ട് ഇതിനുദാഹരണമാണ്. ഗ്ലോബൽ കാലഘട്ടത്തിലെ സംഗീതത്തിന്റെ പ്രത്യേകതകൾ എന്ത്? ഗ്ലോബൽ കാലഘട്ടത്തിൽ പാട്ടുകൾ ഡാൻസുകളായി മാറുന്നു. സംഗീതത്തിന്റെ സൗന്ദര്യശാസ്ത്രം എന്ന പുസ്തകത്തിൽ റോജർ സ്കട്ടൺ നൃത്തം സംഗീതത്തിന്റെ ഉദ്ദേശമല്ലെന്നും സംഗീതം സ്വതന്ത്രമായ അനുഭവമാണെന്ന സത്യത്തെ ഏറ്റെടുക്കാനുള്ള ഒരു രീതി മാത്രമാണ് നൃത്തം എന്നും പറയുന്നു. ഡാൻസിംഗ് ഈസ് നോട്ട് ദ പർപ്പസ് ഓഫ് മ്യൂസിക് ബട്ട് എ വേ ഓഫ് അഡോപ്റ്റിംഗ് ഇറ്റ്സ് ലാക്ക് ഓഫ് പർപ്പസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രാദേശിക ആസ്വാദന സ്വഭാവത്തിന് പകരം ഗ്ലോബലായ ആസ്വാദനം മലയാളി ശീലിച്ചു തുടങ്ങി. അതുപോലെ പ്രാദേശികമായ തനത് സംഗീതത്തിന്റെ സ്വാഭാവികമായ വളർച്ച മെല്ലെ മെല്ലെ ഇല്ലാതാവുകയും ചെയ്തു. ഇത്രയും ചോദ്യങ്ങളാണ് സിനിമാ പാട്ടിലെ മലയാളിയുടെ ജീവിതം എന്ന ലേഖനത്തിൽ ഉള്ളത്. MDCയുടെ നോട്ടുകൾ ചോദ്യോത്തര രൂപത്തിൽ വേണമെന്ന് പല കുട്ടികളും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.